നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷചക്രത്തിൽ. സൂര്യൻ വർഷത്തിൽ 6 മാസം ഉത്തരായനത്തിലും 6 മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു. ഇതിൽ ഉത്തരായന കാലം മകരമാസം 1-ാം തീയതി മുതൽ മിഥുനമാസം 31-ാം തീയതി വരെയുള്ള 6 മാസക്കാലമാണ്. ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള 6 മാസക്കാലമാകുന്നു. സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു. മകരം 1-ൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു, ശക്തനാകുന്നു. കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും മേടം 10-ാം ഉദയമായി ഒരാളുടെ പൂർണ്ണത, വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ, ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സംജാതമാകുന്നത്. ഈ 6 മാസക്കാലം പ്രധാനപ്പെട്ട 3 ഋതുക്കളുടെ സമയമാകുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഇങ്ങനെ 2 മാസങ്ങൾക്ക് ഒരു ഋതു വീതം 3 ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ 6 മാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്ത ഋതു, നിങ്ങൾ കേട്ടിരിക്കും. അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം, ഉത്തരായനത്തിലേക്കുള്ള മാറ്റം മേടം മുതൽ 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം 9 മാസം കൊണ്ട് തന്നെ ഈ ഉത്തരായന കാലമാകുമ്പോഴേക്കും 20 ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നെന്ന വലിയൊരു സന്തോഷ വാർത്തയാണ്. നമുക്ക് 12,500 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു. അതിനുമപ്പുറം 1,500 വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്, സഹകരണത്തിന്, കരുതലിന് വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ, സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ, വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരായന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക, വീക്ഷിക്കുക. എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര രവി സംക്രമം നാം അറിയണം. 1200 മകരമാസം 1-ാം തീയതി, അതായത് 2025 ജനുവരി മാസം 14-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് 8:45 മകരരവി സംക്രമം. അന്ന് പുണർദം നക്ഷത്രത്തിലാണ്, കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ആദിത്യൻ മകര രാശിയിൽ വരുമ്പോഴുണ്ടാകുന്ന ഗുണദോഷങ്ങളാണ് നാം നിരൂപണം ചെയ്യുന്നത്. ചിങ്ങൻ രാശി എന്നാൽ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ രാശ്യധിപനാണ്, ചിങ്ങൻ രാശിയുടെ അധിപനാണ്. ആ അധിപനായ സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ത്ര്യാരിഷ് അസദാവാസോ ദീർഘായുഷ്. 3, 6, 11 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നന്മകളെ പ്രദാനം ചെയ്യും പാപഗ്രഹങ്ങൾക്ക്. അതിനാൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. സൂര്യൻ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്, എങ്കിലും സൂര്യൻ ലഗ്നാധിപനാണ്. സൂര്യൻ നിൽക്കുന്നത് മകരൻ രാശിയിൽ പല കാര്യങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. കാരണം 6-ാം ഭാവം വിഘ്നങ്ങളും കള്ളനും ശത്രുവും ശരീരത്തിൻ്റെ മുറിവുകളും ഒക്കെ ചിന്തിക്കേണ്ടത് 6-ാം ഭാവം കൊണ്ടാണ്. അതിനാൽ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശാരീരികമായി ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അവിടെ വ്രണങ്ങൾ, രോഗങ്ങൾ ഉണ്ടാവുക, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ,
ഘനമുള്ള വസ്തുക്കളെടുത്ത് പൊക്കുമ്പോൾ പെട്ടെന്ന് നടു ഉളുക്കിപ്പോവുക മുതലായ ധാരാളം ദോഷങ്ങൾ ഈ 6-ാം ഭാവത്തിലെ സൂര്യനുണ്ടാകും. പക്ഷേ 6-ലെ സൂര്യൻ ശത്രുക്കളെ നശിപ്പിക്കും. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, താൻ ബലവാനാകും, ശത്രുജിത താൻ ശത്രുക്കളെ ജയിക്കും, ശത്രുക്കളുടെ മേൽ തൻ്റെ ആ പ്രഭാവം കൈവരുത്തുവാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രിപുധ്വംസകൃത് ഭാസ്കരോ യശ്യശ്രേഷ്ഠേ തനോദിവയം രാജതോ മിത്രോദവ. ചമത്കാര ചിന്താമണി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: 6-ാം ഭാവത്തിലെ സൂര്യൻ ശത്രുവിനെ നശിപ്പിക്കുന്നു, തനോദിവ്യയം ധാരാളം കാശ് ചെലവാക്കുന്നു, രാജാക്കന്മാർ അല്ലെങ്കിൽ മിത്രങ്ങൾ സുഹൃത്തുക്കളിലൂടെ കാശ് ചെലവാകും. അതേ രീതിയിൽ സർക്കാർ തൻ്റെ മുതൽ കൈവശപ്പെടുത്തും. അതിനാൽ കാശുണ്ടായാൽ തന്നെ ടാക്സോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുണ്ടാകുന്ന ചില പെനാൽറ്റികളൊക്കെ വന്ന് തൻ്റെ കാശ് നഷ്ടപ്പെടും കുറച്ച് എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. കുലേ മാതുരാപ ചതുഷ്പാദയോവ, അമ്മയുടെ കുലത്തിൽ ചതുഷ്പാത്തുകളെ കൊണ്ട്, വാഹനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നാൽക്കാലി മുതലായ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ തൻ്റെ തറവാട് വീട്ടിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വഴിയിൽ വെച്ച് നാൽക്കാലികളുടെ ഉപദ്രവം ഉണ്ടാവുക, അത് പട്ടിയായാലും പശുവായാലും കുത്തുന്ന ഏത് മൃഗങ്ങളായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, വഴിയിൽ വെച്ച് കാട്ടാളന്മാരാൽ ആക്രമിക്കപ്പെടുമെന്നാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. അനവസരത്തിലുള്ള തർക്കങ്ങളിലൊന്നും പോകാൻ പാടില്ല. 6-ലെ സൂര്യൻ വരുമ്പോൾ തനിക്ക് പെട്ടെന്നൊരു പ്രഭാവം വരും. മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ പോയാൽ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആരും പ്രകോപിതരായി നമുക്കെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കാനൊക്കെ സാധ്യതയുള്ള മാസമാണ്. അതിനാൽ ആത്മനിയന്ത്രണം, ആത്മസംയമനം പാലിക്കണം. ചിങ്ങൻ രാശിക്കാർ തങ്ങളുടെ പ്രഭാവം നല്ല സ്ഥലത്ത് മാത്രം പ്രകടിപ്പിക്കണം. വിവാദശ്ച വിവാഹശ്ച സമയോരേവ ശോഭതേ, വിവാഹവും തർക്കം കലഹവും തുല്യന്മാർ തമ്മിലായിരിക്കണം, അല്ലെങ്കിൽ അതൊരിക്കലും ശോഭിക്കില്ല. തന്നെക്കാൾ കഴിവ് കുറഞ്ഞവരുമായി തർക്കിക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പാടില്ല. ഇവിടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ്. ശാരീരികമായ രോഗങ്ങൾക്ക് വളരെയധികം പരിഹാരമാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതിനും കൂളമാല ജലധാര ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല മാസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി.